ഫ്രണ്ട്സ്, വെൽക്കം ടു അൻശ്രീ വ്ലോഗ്സ്. ട്രസ്പാസ് ടു ലാൻഡ് ആണ് ഞാൻ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രസ്പാസ് ടു ലാൻഡ്. ട്രസ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിക്രമിച്ച് കയറുക അല്ലേ, ട്രസ്പാസ് ടു ലാൻഡ്. അപ്പോൾ ആരുടെയോ ഒരു വസ്തുവില്ല, അവന് ഓണർഷിപ്പുള്ള അല്ലെങ്കിൽ ഒരു പൊസിഷനുള്ള ഒരു പ്രോപ്പർട്ടിയിൽ വിത്തൗട്ട് പെർമിഷൻ, അനുവാദമില്ലാതെ അൺലോഫുള്ളി ആയിട്ട്, ലോഫുൾ അല്ലാത്ത രീതിയിൽ ഒരാളുടെ ലാൻഡിലേക്ക് ട്രസ്പാസ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ട്രസ്പാസ് ടു ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ വസ്തുവിൽ ഒരാൾ ട്രസ്പാസ് ചെയ്തു, വിത്തൗട്ട് എനി ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ ഒരാൾ ട്രസ്പാസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റെമഡീസ് അവൈലബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് സ്യൂട്ട് ഫോർ റിജക്റ്റ്മെൻറ്റ്, നമുക്ക് അയാളെ പുറത്താക്കാനുള്ള നമുക്ക് കേസ് കൊടുക്കാം. എൻ്റെ പൊസഷൻ എനിക്ക് റിക്കവറി ചെയ്ത് കിട്ടണം, എനിക്ക് തിരികെ കിട്ടണം എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേസ് ഫയൽ ചെയ്യാം. രണ്ടാമത്തത് ആക്ഷൻ ഫോർ മീൻ പ്രോഫിറ്റ്. നമ്മുടെ പൊസിഷൻ അതിനെ ഡിസ്പൊസിഷൻ ചെയ്ത ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ നമുക്ക് കോമ്പൻസേഷൻ, എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് നമുക്ക് ആക്ഷൻ ഫോർ മീൻ പ്രോഫിറ്റ് കൊടുക്കാം. ദെൻ റീസണബിൾ ഫോഴ്സ്, നമുക്കൊരു റീസണബിൾ ഫോഴ്സ് ഉപയോഗിച്ച് ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്യാം, നമ്മുടെ വസ്തുവിൽ നിന്നും പുറത്താക്കാം. ഡിസ്ട്രസ് ഡാമേജ് ഫീസ് ആൻഡ്, അതിനൊരു എക്സാമ്പിൾ പറയാം. തൊട്ടപ്പുറത്ത് പറമ്പിൽ പിള്ളേർ എന്ത് ചെയ്യുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്രിക്കറ്റ് ബോൾ വന്ന് നമ്മളുടെ പറമ്പിലേക്ക് വീണു വിചാരിക്കാം. നമ്മളുടെ ഗ്ലാസ് പൊട്ടി, നമ്മുടെ ജനലിൻ്റെ വിൻഡോസിലെ ഗ്ലാസ് പൊട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോളിനെ പിടിച്ച് വയ്ക്കാം. ഡാമേജസ്, നമുക്ക് ഈ നഷ്ടപരിഹാരം കിട്ടുന്നത് വരെ ഈ പറയുന്ന ബോളിനെ നമുക്ക് എന്ത് ചെയ്യാം, പിടിച്ചു വയ്ക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഈ ഡിസ്ട്രസ് ഡാമേജ് ഫീസ് എന്ന് പറയുന്നത്. ഇത്രയാണ് റെമഡീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ട്രസ്പാസ് അബിനേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രം ദ വെരി ബിഗിനിങ് എന്നാണ് ട്രസ്പാസ് അബിനേഷ്യയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ. അതിനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുടെ വസ്തുവിൽ പോസ്റ്റ്മാന് കയറാനുള്ള ലോഫുള്ളി ആയിട്ട് അതോറിറ്റി ഉണ്ട് അല്ലേ. പോസ്റ്റ്മാൻ നമ്മളുടെ വസ്തുവിൽ കയറാനും നമുക്ക് ലെറ്റർ കൊണ്ട് തരാനും അയാൾക്ക് എന്തുണ്ട്, ലോഫുൾ ആയിട്ടുള്ള ഒരു പവറുണ്ട്. പക്ഷേ ലെറ്റർ തരാനുള്ള ഉദ്ദേശത്തിൽ വരികയും വന്നതിന് ശേഷം നമുക്കൊരു അടി തന്നിട്ട് പോയാലോ, ലോ കണക്കാക്കുന്ന എന്താ, ഫ്രം ദ വെരി ബിഗിനിങ് അയാൾ വന്നതേ നമ്മളെ അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു പ്രിസംഷൻ നമ്മൾ എന്ത് ചെയ്യും, പെർസ്യൂം ചെയ്യും. അതിനെയാണ് നമ്മൾ ട്രസ്പാസ് അബിനേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രസ്പാസ് ടു ലാൻഡിൽ വരുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്